ഹലോ എവരി വൺ, വെൽക്കം ടു ശാസ്ത്ര ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ആർക്കിടെക്ചർ എന്നുള്ള സബ്ജക്റ്റിലെ പൈപ്പ് ലൈനിങ് എന്നുള്ള കോൺസെപ്റ്റാണ്. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ബൂത്ത്സ് മൾട്ടിപ്ലിക്കേഷൻ അതുപോലെ തന്നെ ബൈനറി ഡിവിഷൻ മെത്തേഡുകളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അരിത്തമെറ്റിക് അൽഗോരിതം എന്നുള്ള പാർട്ടിൽ. നമുക്ക് അതേ മൊഡ്യൂളിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടാണ് നമുക്ക് പൈപ്പ് ലൈനിങ് എന്നുള്ള കോൺസെപ്റ്റ് പഠിക്കാനുള്ളത്. സോ എന്താണ് പൈപ്പ് ലൈനിങ്? നമുക്കൊരു പൈപ്പ് ലൈനിങ്ങിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം എന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, സോ പൈപ്പ് ലൈനിങ് റെഫേഴ്സ് ദ പ്രോസസ് ഓഫ് ഓർഗനൈസിങ് ടാസ്ക് ഓർ ഓപ്പറേഷൻസ് ഇൻ എ സീക്വൻസ് വെർ ഈച്ച് ടാസ്ക് ഈസ് കംപ്ലീറ്റഡ് ഇൻ സ്റ്റേജസ് ആൻഡ് മൾട്ടിപ്പിൾ ടാസ്ക് ക്യാൻ പ്രോസസ്ഡ് സൈമിൾട്ടേനിയസ്ലി. അപ്പോൾ നമുക്ക് ഒരേ സമയം ഒന്നിലധികം ടാസ്കുകൾ നമ്മൾ റൺ ചെയ്യുന്ന ഒരു പ്രിൻസിപ്പളിനെയാണ് നമ്മൾ പൈപ്പ് ലൈനിങ് എന്ന് പറയുന്നത്. എന്തിനാണ് നമ്മൾ ഒരേ സമയം ഒന്നിലധികം ടാസ്കുകൾ റൺ ചെയ്യുന്നത്? അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഓപ്പറേഷൻസ് അറ്റ് എ ടൈം ചെയ്യാൻ പറ്റും അല്ലേ? അല്ലെങ്കിൽ നമുക്ക് ഒരു 100 സെക്കൻഡ് കൊണ്ട് കംപ്ലീറ്റ് ആവേണ്ട ടാസ്ക് നമുക്കൊരു 20 സെക്കൻഡ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചാലോ? അതൊരു പൈപ്പ് ലൈനിങ് കോൺസെപ്റ്റാണ്. അപ്പോൾ ഒരു നോൺ പൈപ്പ് ലൈൻ സിസ്റ്റം ആണെങ്കിൽ ഒരു ടാസ്ക് ഒരു ടൈം, 1 ടാസ്ക് അറ്റ് എ ടൈം എന്നുള്ള രീതിയിലാണ് ഒരു നോൺ പൈപ്പ് ലൈൻ സിസ്റ്റത്തിൽ നമ്മൾ വർക്ക് ചെയ്യുന്നത്. പക്ഷെ ഒരു പൈപ്പ് ലൈൻ സിസ്റ്റം ആണെങ്കിലോ ഒരു ടാസ്ക് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ സമയം തന്നെ നമ്മൾ അടുത്തൊരു ടാസ്ക് റൺ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ടാസ്കുകൾ സൈമിൾട്ടേനിയസ് ആയിട്ട് പ്രോസസ്സ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പൈപ്പ് ലൈനിങ് എന്ന് പറയുന്നത്. നമുക്ക് ഫർദർ സ്ലൈഡിൽ കുറച്ചും കൂടി ബ്രീഫായിട്ട് നിങ്ങൾക്ക് പൈപ്പ് ലൈനിങ് മനസ്സിലാവും. സോ ഇൻ കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ പൈപ്പ് ലൈനിങ് ഈസ് എ ടെക്നിക് യൂസ്ഡ് ടു ഇംപ്രൂവ് ദി ത്രൂപുട്ട് ഓഫ് CPU by allowing multiple instruction phases to be processed simultaneously in an assembly line fashion. അപ്പോൾ ത്രൂപുട്ട് എന്നുള്ളൊരു പാരാമീറ്റർ ഇംപ്രൂവ് ചെയ്യാനാണ് സാധാരണ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? പൈപ്പ് ലൈനിങ് യൂസ് ചെയ്യുന്നത്. എന്താണ് ത്രൂപുട്ട്? ത്രൂപുട്ട് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻസ് പ്രോസസ്ഡ് പെർ യൂണിറ്റ് ഓഫ് ടൈം. ഒരു യൂണിറ്റ് ടൈമിൽ എത്രത്തോളം ഇൻസ്ട്രക്ഷൻസ് നമുക്ക് ഇപ്പോൾ ഒരു 10 സെക്കൻഡ് എന്നുള്ളൊരു ടൈം നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ 10 സെക്കൻഡ് കൊണ്ട് മാക്സിമം നമുക്ക് എത്ര ടാസ്കുകൾ റൺ ചെയ്യാൻ പറ്റും? ഇതാണ് ത്രൂപുട്ട്. അപ്പോൾ ത്രൂപുട്ടിനെ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളൊരു കേസസിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? പൈപ്പ് ലൈനിങ് യൂസ് ചെയ്യുന്നത്. എല്ലാവർക്കും മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ പൈപ്പ് ലൈനിങ്ങിൽ ഏതൊക്കെ സ്റ്റേജസ് ഉണ്ട് എന്നാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു ബേസിക് ആയിട്ടുള്ള പൈപ്പ് ലൈനിങ്ങിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റേജസ് ഏതൊക്കെയാണ്? നമുക്ക് 4 മൊത്തം പൈപ്പ് ലൈനിങ് സ്റ്റേജസിനെ കാറ്റഗറൈസ് ചെയ്യാം. 4 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് സ്റ്റേജിന് നമുക്ക് എന്ത് പറയാം? ഫെച്ച് എന്ന് പറയാം. സെക്കൻഡ് സ്റ്റേജിന് നമുക്ക് ഡീകോഡ് എന്ന് പറയാം. തേർഡ് സ്റ്റേജിന് നമുക്ക് എക്സിക്യൂട്ട് എന്ന് പറയാം. ഫോർത്ത് സ്റ്റേജിന് നമുക്ക് റൈറ്റ് എന്ന് പറയാം. ഫെച്ചിനെ നമ്മൾ എഫ് എന്നുള്ള സിമ്പിൾ വെച്ചാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഡീകോഡിനെ ഡി എന്നുള്ള സിമ്പിൾ വെച്ചാണ് ഡിനോട്ട് ചെയ്യുന്നത്. എക്സിക്യൂട്ടിനെ ഇ എന്നുള്ള സിമ്പിൾ വെച്ചാണ് ഡിനോട്ട് ചെയ്യുന്നത്. റൈറ്റിനെ W എന്നുള്ള സിമ്പിൾ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഫെച്ച്? ഫെച്ച് എന്ന് പറഞ്ഞാൽ റീഡ് ദി ഇൻസ്ട്രക്ഷൻ ഫ്രം മെമ്മറി. ഇനീഷ്യലി ഒരു മെമ്മറിയിൽ നിന്ന് ഒരു ഇൻഫർമേഷനെ റീഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഫെച്ച് എന്ന് പറയുക. അപ്പോൾ എപ്പോഴും പൈപ്പ് ലൈനിങ്ങിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഫെച്ചിങ് എന്നുള്ള പ്രിൻസിപ്പിളായിരിക്കും. ഫെച്ചിങ് കഴിഞ്ഞ് അടുത്ത് ചെയ്യുന്നത് എന്താ? ഡീകോഡിങ് എന്താ? ഡീകോഡ് ദി ഇൻസ്ട്രക്ഷൻ ആൻഡ് ഫെച്ച് സോഴ്സ് ഓപ്പറൻറ്റ്. പ്രോപ്പറായിട്ട് ഇൻസ്ട്രക്ഷൻസിനെ ഡീകോഡ് ചെയ്യുക, അതുപോലെ തന്നെ ഓപ്പറൻസിനെ ഫെച്ച് ചെയ്യുക. ഇതാണ് ഈ പ്രിൻസിപ്പിൾ. അത് നമുക്ക് ബ്രീഫായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും അടുത്ത സ്ലൈഡുകളിലായിട്ട്. മൂന്നാമത്തെയാണ് എക്സിക്യൂഷൻ. അപ്പോൾ ഫെച്ചും ഡീകോഡും കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ, അതായത് ഇൻസ്ട്രക്ഷൻസിനെ പ്രോപ്പറായിട്ട് റീഡ് ചെയ്യുകയും സോഴ്സ് ഓപ്പറൻസിനെ ഫെച്ച് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സിക്യൂഷൻ എന്നുള്ള പ്രിൻസിപ്പിളാണ് ചെയ്യാനുള്ളത്. എക്സിക്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ പെർഫോം ദി അരിത്തമെറ്റിക് ഓർ ലോജിക്കൽ ഓപ്പറേഷൻ. നമുക്ക് എന്ത് ഓപ്പറേഷൻസ് ആണോ ചെയ്യേണ്ടത് ആ ഓപ്പറേഷൻസിനെ എന്ത് ചെയ്യുക? അരിത്തമെറ്റിക്കോ അല്ലെങ്കിൽ ലോജിക്കലോ രൂപത്തിലുള്ള ഇൻസ്ട്രക്ഷൻസിനെ എക്സിക്യൂട്ട് ചെയ്യുക എന്ന് പറയുന്നതാണ് എക്സിക്യൂഷൻ ഇൻസ്ട്രക്ഷൻ. ആ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ലാസ്റ്റ് ചെയ്യുന്ന ഓപ്പറേഷൻ റൈറ്റ് ആണ്. റൈറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റോർ ദി റിസൾട്ട് ഇൻ ദി ഡെസ്റ്റിനേഷൻ. അപ്പോൾ ഫെച്ചും ഡീകോഡും എക്സിക്യൂട്ടും ചെയ്ത് കഴിഞ്ഞ ഒരു കേസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫൈനലി പ്രോപ്പറായിട്ട് റൈറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും സ്റ്റേജസിലൂടെയാണ് ഒരു പൈപ്പ് ലൈനിങ് എന്നുള്ള പാർട്ട് കടന്നു പോകുന്നത്. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പോൾ കൂടുതൽ ബ്രീഫായിട്ട് നമുക്ക് നോക്കാറുണ്ട്. ദ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ എൻറ്റേഴ്സ് ദി ഫെച്ച് സ്റ്റേജ്.
അപ്പോൾ ആദ്യത്തെ ഇൻസ്ട്രക്ഷൻ എങ്ങോട്ടാണ് വരുന്നത്? ഫെച്ച് സ്റ്റേജിലേക്കാണ് വരുന്നത്. ഫെച്ച് സ്റ്റേജ്. ഇൻ ദി നെക്സ്റ്റ് ക്ലോക്ക് സൈക്കിൾ വൈൽ ദി ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ മൂവ്സ് ടു ദി ഡീകോഡ് സ്റ്റേജ്, സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ എൻറ്റേഴ്സ് ടു ദി ഫെച്ച് സ്റ്റേജ്. അപ്പോൾ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ്റെ ഫെച്ച് കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യാൻ തുടങ്ങും. ഈ രണ്ടാമത്തെ ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ ഡീകോഡ് ചെയ്യാൻ തുടങ്ങും. നമുക്ക് എന്താണെന്ന് പറയാം. ദിസ് പ്രോസസ് കണ്ടിന്യൂസ് അണ്ടിൽ ഓൾ സെഗ്മെൻറ്റ്സ് ഓഫ് ദി പൈപ്പ് ലൈൻസ് ആർ ഓക്യുപ്പൈഡ്. ഈ പൈപ്പ് ലൈനിൻ്റെ കോൺസെപ്റ്റ് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കി തരാൻ ഞാൻ ഈ വരച്ചിരിക്കുന്ന ടേബിൾ നിങ്ങളെ സഹായിക്കും. ഈ ടേബിളിൽ പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. എന്താണ് ആക്ച്വലി പൈപ്പ് ലൈനിങ്ങിൽ നടക്കുന്നതെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ നമ്മൾ പൈപ്പ് ലൈനിങ്ങിൻ്റെ 4 സ്റ്റേജസ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. എഫ് എന്ന് പറഞ്ഞ ഫെച്ച്, ഡി എന്ന് പറഞ്ഞ ഡീകോഡ്, ഫെച്ച് എന്ന് പറഞ്ഞാൽ എഫ് എന്ന് പറഞ്ഞ ഫെച്ച്, ഡി എന്ന് പറഞ്ഞ ഡീകോഡ്, ഇ എന്ന് പറഞ്ഞ എക്സിക്യൂട്ട്, ഡബ്ല്യു എന്ന് പറഞ്ഞ റൈറ്റ്. അല്ലേ? നമ്മൾ എത്ര ക്ലോക്ക് സൈക്കിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്? നമ്മൾ കൊടുത്തിരിക്കുന്ന ക്ലോക്ക് സൈക്കിൾ നോക്കുകയാണെങ്കിൽ ഇതാ, ഫസ്റ്റ് ക്ലോക്ക് സൈക്കിള്, സെക്കൻഡ് ക്ലോക്ക് സൈക്കിള്, തേർഡ് ക്ലോക്ക് സൈക്കിള്, ഫോർത്ത് ക്ലോക്ക് സൈക്കിള്, ഫിഫ്ത്ത് ക്ലോക്ക് സൈക്കിള്. അല്ലേ? ഞാനിവിടെ ടോട്ടലി 5 ഇൻസ്ട്രക്ഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. കണ്ടോ? 1 2 3 4 5 ഇങ്ങനെയാണ് നമ്മൾ നമ്പർ ചെയ്തിരിക്കുന്നത്. അല്ലേ? അപ്പോൾ 5 ക്ലോക്ക് സൈക്കിള്, ഇതിപ്പോൾ 5 സെക്കൻഡുകളാണെന്ന് ജസ്റ്റ് നിങ്ങൾ അസ്യൂം ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ക്ലോക്ക് സൈക്കിളിൽ എന്താ സംഭവിക്കുക? ഫസ്റ്റ് ക്ലോക്ക് സൈക്കിളിൽ നമുക്ക് ഓൾറെഡി ഇതിൻ്റെ ഓർഡർ അറിയാലോ. ഫെച്ച്, ഡീകോഡ്, എക്സിക്യൂട്ട്, റൈറ്റ് അല്ലേ? ഫസ്റ്റ് ക്ലോക്ക് സൈക്കിളിൽ എന്ത് ചെയ്യും? ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ്റെ ഫെച്ചിങ് എന്നുള്ള സ്റ്റേജാണ് ഫസ്റ്റ് ക്ലോക്ക് സൈക്കിളിൽ സംഭവിക്കുക. ഇനി സെക്കൻഡ് ക്ലോക്ക് പൾസിലേക്ക് പോവുകയാണെങ്കിൽ ഈ ഫസ്റ്റ് ക്ലോക്ക് സൈക്കിൾ ഓൾറെഡി ഫെച്ച് ആയല്ലോ. ആ ഫെച്ചായ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ ഡീകോഡ് ആവും. അല്ലേ? ഈ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ ഡീകോഡ് ആവുന്നതിൻ്റെ കൂടെ തന്നെ, ഡീകോഡ് എന്ന് പറഞ്ഞാൽ ഇത് അവിടെ ഡി അല്ലേ കൊടുത്തിരിക്കുന്നത്, ഇതേ സമയം തന്നെ നമ്മുടെ സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ എന്താവും? ഫെച്ച് ആവും. അപ്പോൾ രണ്ടാമത്തെ ക്ലോക്ക് സൈക്കിൾ ശരിക്കും കഴിഞ്ഞ സമയത്ത് ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ്റെ ഫെച്ചിങ് സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്തു, ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ ഡീകോഡിങ് സ്റ്റാർട്ട് ചെയ്തു, ഇതേ സമയം തന്നെ സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ്റെ ഫെച്ചിങ് തുടങ്ങി. അപ്പോൾ പാരലലി 2 ഇൻസ്ട്രക്ഷൻസ് നമ്മൾ സൈമൾട്ടേനിയസ് ആയിട്ട് വർക്ക് ചെയ്യിപ്പിക്കുന്നുണ്ട്. അല്ലേ? അതുകൊണ്ടാണല്ലോ ഇത് പൈപ്പ് ലൈനിങ് ആയത്. ശരിയല്ലേ? ഇനി തേർഡ് ക്ലോക്ക് പൾസിലോ, തേർഡ് ക്ലോക്ക് സൈക്കിളിൽ എന്താ സംഭവിക്കുക? തേർഡ് ക്ലോക്ക് സൈക്കിളിൽ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യും. ഫെച്ചും ഡീകോഡും ഓൾറെഡി പ്രീവിയസ് സ്റ്റേജിൽ കംപ്ലീറ്റ് ആയല്ലോ. സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ ഡീകോഡ് ചെയ്യും. പ്രീവിയസ് സ്റ്റേജിൽ അത് ഫെച്ച് ചെയ്യായിരുന്നല്ലോ. തേർഡ് ഇൻസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യും അല്ലെങ്കിൽ ഫെച്ച് ചെയ്യും. അപ്പോൾ മൂന്നാമത്തെ ക്ലോക്ക് സൈക്കിൾ ആവുമ്പോഴേക്കും ശരിക്കും പറഞ്ഞാൽ 3 ഇൻസ്ട്രക്ഷൻസ് മൂന്നാമത്തെ ക്ലോക്ക് പൾസിലാവുമ്പോഴേക്കും ശരിക്കും 3 ഇൻസ്ട്രക്ഷൻസ് എക്സാക്ട്ലി റൺ ചെയ്യുന്നുണ്ട്. അതായത് തേർഡ് ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യുന്നുണ്ട്, സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ ഡീകോഡ് ചെയ്യുന്നുണ്ട്, ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഫോർത്ത് ക്ലോക്ക് സൈക്കിൾ നോക്കുകയാണെങ്കിൽ ഈ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ്റെ ഫെച്ചിങ് സ്റ്റേജ് കഴിഞ്ഞ്, ഡീകോഡിങ് സ്റ്റേജ് കഴിഞ്ഞ്, എക്സിക്യൂഷൻ സ്റ്റേജ് കഴിഞ്ഞ് റൈറ്റ് സ്റ്റേജിലെത്തി ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ. ശരിയല്ലേ? സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ പ്രീവിയസ് സ്റ്റേജിൽ ഡീകോഡ് ചെയ്തു, ഈ സ്റ്റേജിൽ എക്സിക്യൂട്ട് ചെയ്യും. തേർഡ് ഇൻസ്ട്രക്ഷൻ പ്രീവിയസ് സ്റ്റേജിൽ ഫെച്ച് ചെയ്ത ഇൻസ്ട്രക്ഷൻ ഈ സ്റ്റേജിൽ ഡീകോഡ് ചെയ്തു. അതുപോലെ തന്നെ പുതിയൊരു ഇൻസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. കണ്ടോ? യെസ്, പുതിയൊരു ഇൻസ്ട്രക്ഷൻ ഫെച്ചിങ് തുടങ്ങി. അപ്പോൾ 4 സൈമൾട്ടേനിയസ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് ഈ ഫോർത്ത് ക്ലോക്ക് പൾസിൽ നടക്കുന്നുണ്ട്. അല്ലേ? ഫസ്റ്റ് ഇൻസ്ട്രക്ഷനെ റൈറ്റ് ബാക്ക് ചെയ്യുന്നുണ്ട്, സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്, തേർഡ് ഇൻസ്ട്രക്ഷനെ ഡീകോഡ് ചെയ്യുന്നുണ്ട്, ഫോർത്ത് ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യുന്നുണ്ട്. ഫൈനലി നമ്മുടെ ഫിഫ്ത്ത് ക്ലോക്ക് പൾസ് ആകുമ്പോൾ ഓൾറെഡി ഇൻസ്ട്രക്ഷൻ 1 കംപ്ലീറ്റ് ആയല്ലോ. ഇൻസ്ട്രക്ഷൻ 1 കംപ്ലീറ്റ് ആയി. ഇൻസ്ട്രക്ഷൻ 2 റൈറ്റ് ബാക്ക് ചെയ്യും, ഇൻസ്ട്രക്ഷൻ 3 എക്സിക്യൂട്ട് ചെയ്യും, ഇൻസ്ട്രക്ഷൻ 4 ഡീകോഡ് ചെയ്യും, പുതിയൊരു ഇൻസ്ട്രക്ഷൻ 5 ഫെച്ച് ചെയ്യും. അപ്പോൾ ഇവിടെയും സൈമൾട്ടേനിയസ് ആയിട്ട് 4 ഓപ്പറേഷൻസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് എക്സാക്ട്ലി നമ്മൾ എന്ത് പറയുന്നത്? പൈപ്പ് ലൈനിങ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ പൈപ്പ് ലൈനിങ്ങിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ. അതായത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ്
ഒരേ സമയത്ത് നമ്മൾ സൈമിൾട്ടേനിയസ് ആയിട്ട് റൺ ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിളാണ് പൈപ്പ് ലൈൻ്റെ. ഇതിപ്പോൾ ഒരു നോൺ പൈപ്പ് ലൈൻ സിസ്റ്റം ആണെന്ന് വെച്ചോ, ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ്റെ ഫെച്ച് ഡീകോഡ് എക്സിക്യൂട്ട് റൈറ്റ് കഴിഞ്ഞിട്ട് മാത്രമേ സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ്റെ ഫെച്ച് ഡീകോഡ് എക്സിക്യൂട്ട് റൈറ്റ് കഴിഞ്ഞാൽ മാത്രമേ തേർഡ് ഇൻസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. തേർഡ് ഇൻസ്ട്രക്ഷൻ്റെ ഫെച്ച് ഡീകോഡ് എക്സിക്യൂട്ട് റൈറ്റ് കഴിഞ്ഞാൽ മാത്രമേ ഫോർത്ത് ഇൻസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഈ രീതിയിലായിരിക്കും ഒരു നോൺ പൈപ്പ് ലൈൻ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. പൈപ്പ് ലൈൻ സിസ്റ്റത്തിൽ എങ്ങനെയാണ് ബേസിക്കലി നടക്കുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ, എല്ലാവർക്കും മനസ്സിലായല്ലോ ഈ കോൺസെപ്റ്റ്. ഓക്കെ ഓക്കെ അപ്പോൾ ഇതാണ് കേട്ടോ കറക്റ്റായിട്ടുള്ള ഒരു പൈപ്പ് ലൈൻ പ്രിൻസിപ്പിൾ നമ്മൾ പറയുന്നത് അല്ലേ. യെസ്. അപ്പോൾ ഫെച്ച് ഡീകോഡ് എക്സിക്യൂട്ട് റൈറ്റ്, ഫെച്ച് ഡീകോഡ് എക്സിക്യൂട്ട് റൈറ്റ്, ഫെച്ച് ഡീകോഡ് എക്സിക്യൂട്ട് റൈറ്റ്, ഫെച്ച് ഡീകോഡ്. അപ്പോൾ നിങ്ങൾ നോക്കൂ, 4 ഇൻസ്ട്രക്ഷനാണ് എടുക്കുന്നതെങ്കിൽ സാധാരണ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടത് 16 ക്ലോക്ക് പൾസ് വേണം, ക്ലോക്ക് സൈക്കിൾസ് വേണം. അതായത് ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ 4 ക്ലോക്ക് സൈക്കിൾ, നാലാമത്തെ കഴിഞ്ഞിട്ട് മാത്രമേ നോൺ പൈപ്പ് ലൈനിങ്ങിൽ 5ാമത്തെ ക്ലോക്ക് സൈക്കിളിലെ നമ്മുടെ സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ 16 ക്ലോക്ക് സൈക്കിൾസ് വേണ്ട സമയത്ത് നമ്മൾ വെറും 7 ക്ലോക്ക് സൈക്കിൾസ് യൂസ് ചെയ്തിട്ട് നമ്മൾ 4 ഇൻസ്ട്രക്ഷൻസ് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ 16 സെക്കൻഡ് വേണ്ട സമയം നമ്മൾ വെറും 7 സെക്കൻഡാക്കി കുറച്ചില്ലേ. അപ്പോൾ ഇതാണ് ശരിക്കും ഒരു പൈപ്പ് ലൈനിങ് പ്രിൻസിപ്പിളിൻ്റെ ബേസിക് ആയിട്ടുള്ള ഐഡിയ. നിങ്ങൾക്ക് മനസ്സിലായോ എന്താണ് പൈപ്പ് ലൈനിങ് എന്നുള്ളത്? വളരെ ക്ലിയർ ആയിട്ടുള്ള കോൺസെപ്റ്റാണ് പൈപ്പ് ലൈനിങ്, വെരി സിമ്പിൾ കോൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ബ്രീഫായിട്ട് ഇനിയും പൈപ്പ് ലൈൻസ് പഠിക്കാനുണ്ട്. ഈ പ്രിൻസിപ്പിൾ എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? യെസ്. അപ്പോൾ നമ്മൾ പൈപ്പ് ലൈനിങ്ങിൽ യൂസ് ചെയ്യുന്ന ബേസിക് ആയിട്ടുള്ളൊരു ഹാർഡ്വെയർ ഓർഗനൈസേഷൻ നമുക്ക് നോക്കാം. അത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഫിഗറാണ്. അപ്പോൾ നമ്മളിവിടെ നേരത്തെ കാണിച്ചിരിക്കുന്ന ഫിഗറിനെ ഫിഗർ എ ആയിട്ടും ഇതിനെ ഫിഗർ ബി ആയിട്ടും റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ, ഫിഗർ എ ഷോസ് ദാറ്റ് 4 ഇൻസ്ട്രക്ഷൻസ് പ്രോഗ്രസ് അറ്റ് എനി ഗിവൺ ടൈം. ദിസ് മീൻസ് ദാറ്റ് 4 ഡിസ്റ്റിങ്ക്ട് ഹാർഡ്വെയർ യൂണിറ്റ്സ് ആർ നീഡഡ് ഇൻ ഫിഗർ ബി. അപ്പോൾ ഈ 4 ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യാൻ നമുക്ക് 4 സെപ്പറേറ്റ് ആയിട്ടുള്ള ഹാർഡ്വെയർസ് വേണ്ടി വരും. ദീസ് യൂണിറ്റ് മസ്റ്റ് ബി കേപ്പബിൾ ഓഫ് പെർഫോമിങ് ദെയർ ടാസ്ക് സൈമിൾട്ടേനിയസ്ലി വിത്തൗട്ട് ഇൻ്റർഫിയറിങ് വിത്ത് വൺ അനദർ അല്ലേ. ഇൻഫർമേഷൻ ഈസ് പാസ്ഡ് ഫ്രം വൺ യൂണിറ്റ് ടു നെക്സ്റ്റ് ത്രൂ എ സ്റ്റോറേജ് ബഫർ. അപ്പോൾ നോക്കൂ, ഫെച്ച് ചെയ്യാൻ ഒരു ബഫർ, ഡീകോഡ് ചെയ്യാൻ ഒരു ബഫർ, അതിനെ B1 B2 എന്ന് റെപ്രസെൻ്റ് ചെയ്തു അല്ലേ. എക്സിക്യൂട്ട് ചെയ്യാൻ ഒരു ബഫർ. ഈ രീതിയിൽ നമ്മൾ ഇൻബിറ്റ്വീനായിട്ട് ഓരോ സ്റ്റേജസിനും ഇൻബിറ്റ്വീനായിട്ട് നമ്മൾ സ്റ്റോറേജ് ബഫേഴ്സ് പ്ലേസ് ചെയ്യും. സ്റ്റോറേജ് ബഫേഴ്സിൻ്റെ ആക്ച്വൽ റോൾ എന്താണെന്ന് വെച്ചാൽ ഫെച്ച് ചെയ്ത ഇൻഫർമേഷൻസിനെ നെക്സ്റ്റ് സ്റ്റേജായ ഡീകോഡിലേക്ക് പാസ് ചെയ്യാൻ, ഡീകോഡ് ചെയ്ത ഇൻഫർമേഷൻസിനെ നെക്സ്റ്റ് സ്റ്റേജായ എക്സിക്യൂഷനിലേക്ക് പാസ് ചെയ്യാൻ, എക്സിക്യൂട്ട് ചെയ്ത സ്റ്റേജിനെ റൈറ്റിലേക്ക് പാസ് ചെയ്യാൻ. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് നമ്മൾ ആ പോയിന്റ് ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട് അല്ലേ. ഇൻഫർമേഷൻ ഈസ് പാസ്ഡ് ഫ്രം വൺ യൂണിറ്റ് ടു നെക്സ്റ്റ് ത്രൂ എ സ്റ്റോറേജ് ബഫർ. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റോറേജ് ബഫേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു പൈപ്പ് ലൈനിങ്ങിൻ്റെ ഹാർഡ്വെയർ ഓർഗനൈസേഷൻ എങ്ങനെയെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ ഫിഗർ വെച്ചിട്ട് അതിൻ്റെ ഹാർഡ്വെയർ ഓർഗനൈസേഷൻ പറയാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഒരു പൈപ്പ് ലൈൻ ഓർഗനൈസേഷൻ്റെ ഒരു ബേസിക് എക്സാമ്പിളാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലായാലാണ് എക്സാക്ട്ലി എന്താണ് പൈപ്പ് ലൈനിങ് എന്ന് വ്യക്തമാവുള്ളൂ. പൈപ്പ് ലൈനിങ് എന്താണെന്ന് ക്ലിയർ ആവണമെങ്കിൽ ഈ എക്സാമ്പിൾ നമ്മളൊന്ന് ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് ഈ ഒരു പൈപ്പ് ലൈൻ ഓർഗനൈസേഷൻ്റെ എക്സാമ്പിൾ നമ്മൾ പറയുകയാണ്. എങ്ങനെ അത് ഫെച്ച് ചെയ്യുന്നു, എങ്ങനെ അത് ഡീകോഡ് ചെയ്യുന്നു, എങ്ങനെ അത് എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് AI × BI + CI ആണ്. എ എന്നുള്ളത് ഒരു ഇൻസ്ട്രക്ഷൻ, ബി എന്നുള്ളത് ഒരു ഇൻസ്ട്രക്ഷൻ. എയും ബിയും മൾട്ടിപ്ലൈ ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്ത റിസൾട്ടിനെ നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. സോ AI × BI + CI ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഐയുടെ വാല്യൂ കൊടുത്തു. ഐ എന്നുള്ളത് 1 2 3 4 5 6 7 ആണ്. ഇതിൽ 4 മിസ്സിങ് ആയിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി എന്താണ് 1 2 3 4 5 6 7 1 തൊട്ട് 7 വരെയാണ് ആക്ച്വലി അതിൻ്റെ വാല്യൂ. ഓക്കെ, അപ്പോൾ നമുക്ക് പെർഫോം ചെയ്യാനുള്ള ഓപ്പറേഷൻ ഇതാണ്. ഫസ്റ്റ് നമ്മളതിന് 1 കൊടുക്കുക. A1 × B1 + C1, A2 × B2 + C2, A3 × B3 + C3, A4 × B4 + C4,
A5 ഇൻറ്റു B5 പ്ലസ് C5, A6 ഇൻറ്റു B6 പ്ലസ് C6, A7 ഇൻറ്റു B7 പ്ലസ് C7. ഈ ഒരു ഓപ്പറേഷനാണ് നമുക്ക് പെർഫോം ചെയ്യാനുള്ളത് അല്ലേ. അപ്പോൾ നമുക്കിവിടെ പെർഫോം ചെയ്യാനുള്ളത് നമ്മൾ എന്ത് ചെയ്തു, ഈ എയിലുള്ള ഇൻഫർമേഷൻ അല്ലെങ്കിൽ എ എന്നുള്ള ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ ഉണ്ടല്ലോ, അത് നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന R1ലാണ്. ബി എന്നുള്ള ഇൻസ്ട്രക്ഷൻ സ്റ്റോർ ചെയ്യുന്നത് R2ലാണ്. അപ്പോൾ ഇൻപുട്ടുകൾ നമ്മൾ സെറ്റ് ചെയ്തു. R1ലേക്കാണ് എയിലെ ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യുന്നത്, R2ലേക്കാണ് ബിയിലെ ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യുന്നത്. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, R3 എന്നുള്ള രജിസ്റ്റർ എടുക്കും. R3ലേക്ക് എന്ത് ചെയ്യും, R1 ഇൻറ്റു R2 നമ്മൾ പെർഫോം ചെയ്യും. R1 ഇൻറ്റു R2, അതായത് R1ഉം R2ഉം, R1ൽ A ഉണ്ടായിരിക്കും, R2ൽ B ഉണ്ടായിരിക്കും. ഈ എയും ബിയും മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള റിസൾട്ട് എവിടെ ഉണ്ടാവും, R3ൽ ഉണ്ടാവും. പിന്നെ നമ്മൾ സിയിലുള്ള രജിസ്റ്റർ സിയിലുള്ള ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യാൻ നമ്മൾ R4 യൂസ് ചെയ്യും. ഫൈനലി ഈ R3ഉം R4ഉം കൂടി ആഡ് ചെയ്ത റിസൾട്ട് സ്റ്റോർ ചെയ്യാൻ R5 യൂസ് ചെയ്യും. അപ്പോൾ ഓരോ കേസ് പറഞ്ഞേ, നമ്മൾ ഫസ്റ്റ് ഇൻപുട്ടായ എ R1ൽ സ്റ്റോർ ചെയ്യും, നമ്മുടെ സെക്കൻഡ് ഇൻപുട്ടായ ബി R2ൽ സ്റ്റോർ ചെയ്യും. ഈ എയിൽ സ്റ്റോർ ചെയ്ത ഇൻഫർമേഷനും അല്ലെങ്കിൽ R1ൽ സ്റ്റോർ ചെയ്ത ഇൻഫർമേഷനും R2ൽ സ്റ്റോർ ചെയ്ത ഇൻഫർമേഷനും മൾട്ടിപ്ലൈ ചെയ്തിട്ട് അത് R3ൽ സ്റ്റോർ ചെയ്യും. R4ൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് സിയിൽ വരുന്ന ഇൻഫർമേഷനാണ് R4ൽ സ്റ്റോർ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ R3ൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന മൾട്ടിപ്ലിക്കേഷൻ റിസൾട്ടും നമ്മളിനി ആഡ് ചെയ്യാൻ പോകുന്ന സി എന്നുള്ള റിസൾട്ടും കൂടി നമ്മൾ ആഡ് ചെയ്തിട്ട് അത് R5ൽ സ്റ്റോർ ചെയ്യും. ഈ രീതിയിൽ ആണ് നമ്മളിതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഫിഗർ വെച്ചിട്ട് അതിൻ്റെ എക്സാമ്പിൾ പറയാം. അപ്പോൾ നമുക്കിവിടെ ആദ്യം ഈ എക്സാമ്പിളിൽ ഇൻപുട്ട് പറയാനുള്ളത് ഒന്ന് AI ആണ്, ഒന്ന് BI ആണ്, ഒന്ന് CI ആണ്. AI എന്ന് പറയുന്നത് ഫസ്റ്റ് ഇൻപുട്ട് ഓപ്പറൻ്റ് ആണ്, അതായത് മൾട്ടിപ്ലിക്കൻ്റ് എന്ന് പറയാം. B എന്ന് പറയുന്നത് സെക്കൻഡ് ഇൻപുട്ട് ഓപ്പറൻ്റ് ആണ് അല്ലെങ്കിൽ മൾട്ടിപ്ലയർ ആണ്. A എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കൻറ്റും B എന്ന് പറയുന്നത് മൾട്ടിപ്ലയറും ആണ്. C എന്ന് പറയുന്നത് അഡീഷണൽ ഇൻപുട്ട് ഓപ്പറൻ്റ് ഓഫൺ യൂസ്ഡ് ആസ് ക്യാരി ഓർ അനദർ ഇൻപുട്ട് ഇൻ അരിത്തമെറ്റിക് ഓപ്പറേഷൻ. ഓക്കെ, ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന രജിസ്റ്റർ AI സ്റ്റോർ ചെയ്യാൻ R1 യൂസ് ചെയ്തു, BI സ്റ്റോർ ചെയ്യാൻ R2 യൂസ് ചെയ്തു, CI സ്റ്റോർ ചെയ്യാൻ R4 യൂസ് ചെയ്തു. ഓക്കെ, ഇങ്ങനെയാണല്ലോ കറക്റ്റ്. യെസ്. പിന്നെ ഒരു മൾട്ടിപ്ലയർ യൂണിറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ നമ്മളിപ്പോൾ ഈ R1 പറഞ്ഞു, R2 പറഞ്ഞു, R4 പറഞ്ഞു. പിന്നെ ഇതിൽ വരുന്നൊരു മൾട്ടിപ്ലയർ യൂണിറ്റ് ആണ്. മൾട്ടിപ്ലയർ റിസീവ് ദ വാല്യൂസ് ഫ്രം R1 ആൻഡ് R2 പെർഫോം ദി മൾട്ടിപ്ലിക്കേഷൻ. അതായത് AIയിലുള്ള ഇൻഫർമേഷനും BIയിലുള്ള ഇൻഫർമേഷനും കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ റിസൾട്ട് നമ്മൾ ആക്ച്വലി സ്റ്റോർ ചെയ്യുന്ന R3ലാണ്. അപ്പോൾ R1 നമ്മൾ സ്റ്റോർ ചെയ്തു, R2 നമ്മൾ സ്റ്റോർ ചെയ്തു, R4ൽ നമ്മൾ C സ്റ്റോർ ചെയ്തു, R1ലും R2ലും സ്റ്റോർ ചെയ്ത റിസൾട്ടിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു, ആ റിസൾട്ട് R3ൽ സ്റ്റോർ ചെയ്തു അല്ലേ. അടുത്തത് ആഡർ യൂണിറ്റ് ആണ് നമ്മൾ പറയുന്നത്. ആഡർ യൂണിറ്റ് എന്താ ചെയ്യുന്നത്, ദ ആഡർ യൂണിറ്റ് പെർഫോം ദി അഡീഷൻ ഓപ്പറേഷൻ റിസീവ് ഫ്രം R3 ആൻഡ് R4. R3യിൽ നിന്നും R4ലുള്ള രണ്ട് ഇൻഫർമേഷൻസ്, R3 എന്ന് പറഞ്ഞാൽ R1ഉം R2 മൾട്ടിപ്ലൈ ചെയ്ത റിസൾട്ടാണ് R3യിൽ ഉണ്ടാവുക, നമ്മൾ കൊടുക്കുന്ന C ഇൻപുട്ടാണ് R4ൽ ഉണ്ടാവുക. അപ്പോൾ അത് രണ്ടും ആഡ് ചെയ്യുക എന്നുള്ളതാണ് എന്തിൻ്റെ ഫംഗ്ഷൻ, ആഡറിൻ്റെ ഫംഗ്ഷൻ. ഫൈനലി നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട്, ഈ ആഡ് ചെയ്ത റിസൾട്ട് നമുക്ക് R5 എന്നുള്ള രജിസ്റ്ററിലേക്ക് സ്റ്റോർ ചെയ്യണം. അതിനാണ് നമ്മൾ ഫൈനലി ഒരു R5 രജിസ്റ്റർ കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഈ പൈപ്പ് ലൈൻ ഓർഗനൈസേഷൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ. അപ്പോൾ ഈ എക്സാമ്പിൾ കുറച്ചും കൂടി വൈഡായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മൾ ഓൾറെഡി പറഞ്ഞു ഐയുടെ വാല്യൂ എന്നുള്ളത് 1 to 7 വരെയാണ്. അപ്പോൾ A1 ഇൻറ്റു B1 പ്ലസ് C1 തൊട്ട് A7 ഇൻറ്റു B7 പ്ലസ് C7 വരെ വർക്കൗട്ട് ചെയ്യണം. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ഓരോ സ്റ്റേജിലും അപ്ലിക്കബിൾ ആവുമെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്ലോക്ക് പൾസിൽ എന്ത് പ്രോസസ്സാണ് സംഭവിക്കുന്നത്, ഫസ്റ്റ് ക്ലോക്ക് പൾസിൽ സംഭവിക്കുന്ന പ്രോസസ്സ്, അപ്പം നമ്മൾ 3 സെഗ്മെൻ്റായിട്ട് നമ്മൾ ഈ എക്സാമ്പിളിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്, 3 സെഗ്മെൻറ്റ്സ് ആയിട്ട്. ഫസ്റ്റ് സെഗ്മെൻറ്റിൽ നമ്മൾ എന്ത് ചെയ്തു, A1ഉം B1ഉം കൊടുത്തു. അതായത് R1 എന്നുള്ള രജിസ്റ്ററിലേക്ക് A1 സ്റ്റോർ ചെയ്തു, R2 എന്നുള്ള രജിസ്റ്ററിലേക്ക് B1 സ്റ്റോർ ചെയ്തു. ഇതാണല്ലോ നമ്മുടെ പ്രോഗ്രാം അല്ലേ. ഓക്കെ, അടുത്തത് രണ്ടാമത്തെ ക്ലോക്ക് പൾസ് ആയപ്പോൾ എന്ത് ചെയ്തു, അപ്പോൾ ഫെച്ച് ഡീകോഡ് എക്സിക്യൂട്ട് എന്നുള്ള പ്രിൻസിപ്പിളാണല്ലോ. രണ്ടാമത്തെ ക്ലോക്ക് പൾസിലായപ്പോൾ നമ്മൾ ഫസ്റ്റ് നമുക്ക് കൊടുത്തിരിക്കുന്ന A1ഉം B1ഉം നമുക്ക് മ്യൂച്വലി മൾട്ടിപ്ലൈ ചെയ്യണം. ഈ മൾട്ടിപ്ലിക്കേഷൻ മാത്രമല്ല, അതേ സമയത്ത് തന്നെ നമ്മളെ C ഇൻപുട്ട് ഇതിലേക്ക് കൊടുക്കണം, C ഇൻപുട്ട് കൊടുക്കണം. ഇതും കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ ഇപ്പോൾ
ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ ഓൾറെഡി എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയം തന്നെ സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ അല്ലെ സെക്കൻഡ് A2 B2 ഇവിടെ എക്സിക്യൂട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം A1 ഇൻറ്റു B1 പ്ലസ് C1 തൊട്ട് A7 ഇൻറ്റു B7 പ്ലസ് C7 വരെ എക്സിക്യൂട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഫസ്റ്റ് സൈക്കിൾ മനസ്സിലായിട്ടുണ്ടാവും. സെക്കൻഡ് സൈക്കിൾ ഒന്നും കൂടി നോക്കിയേ. സെക്കൻഡ് സൈക്കിളിൻ്റെ കോൺസെപ്റ്റ് എന്താ? സെക്കൻഡ് സൈക്കിളിൽ ഓൾറെഡി സെഗ്മെൻറ്റ് 1 സ്റ്റോർ ആയിരിക്കുന്ന A1ഉം B1ഉം മൾട്ടിപ്ലൈ ആവും. അതുപോലെ തന്നെ R4 എന്നുള്ള രജിസ്റ്ററിൽ നിന്ന് C1 R4 സ്റ്റോർ ആവും. ഇത് മാത്രമല്ല, ഫസ്റ്റ് സെഗ്മെൻറ്റ് ഫെച്ച് ചെയ്തല്ലോ, നമ്മുടെ സെക്കൻഡ് സെഗ്മെൻറ്റ് ഇതുപോലെ വരും. A1 B1 കംപ്ലീറ്റ് ആവുന്നതിന് മുന്നേ തന്നെ A2 B2 വന്നു. അപ്പോൾ ഇത്രയും പാർട്ടാണ് നമ്മൾ രണ്ടാമത്തെ ക്ലോക്ക് പൾസിൽ കിട്ടുന്നത്. മൂന്നാമത്തെ ക്ലോക്ക് പൾസിൽ നമുക്ക് കിട്ടുന്നത് എന്താ? മൂന്നാമത്തെ ക്ലോക്ക് പൾസിൽ നമുക്ക് കിട്ടുന്നത് ആക്ച്വലി എന്താണ്? മൂന്നാമത്തെ ക്ലോക്ക് പൾസിൽ, അപ്പോൾ ഫസ്റ്റ് ക്ലോക്ക് പൾസിൽ നമുക്ക് A1 ഇൻറ്റു B1 വരെ കിട്ടി അല്ലേ? ഈ A1 ഇൻറ്റു B1 വരെ കിട്ടിയെന്ന് മാത്രമല്ല, A1 ഇൻറ്റു B1 പ്ലസ് C1 എന്നുള്ള ഇൻസ്ട്രക്ഷൻ ആക്ച്വലി R5 കിട്ടും മൂന്നാമത്തെ സെഗ്മെൻറ്റിൽ. അപ്പോൾ ഈ 3 ക്ലോക്ക് പൾസിലാവുമ്പോഴേക്കും A1 ഇൻറ്റു B1 പ്ലസ് C1 എന്നുള്ള ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയി. ഇത് മാത്രമല്ല, C2 എന്നുള്ള റിസൾട്ട് R4 വരും. ഇതുപോലെ തന്നെ പ്രീവിയസ് ആയിട്ട് നമ്മൾ കൊടുത്തിരുന്ന A2ഉം B2ഉം മൾട്ടിപ്ലൈ ആവും. ഇതേപോലെ തന്നെ A3ഉം B3ഉം ഫെച്ച് ആവും. ഇത്രയും കാര്യങ്ങൾ ശരിക്കും നമ്മുടെ തേർഡ് ക്ലോക്ക് പൾസിൽ നടക്കുന്നുണ്ട്. ഫോർത്ത് ക്ലോക്ക് പൾസിൽ നടക്കുന്നത്, അപ്പോൾ A2 ഇൻറ്റു B2 വരെ നമുക്ക് ലാസ്റ്റ് സെഗ്മെൻറ്റിൽ കിട്ടി. A2 ഇൻറ്റു B2 പ്ലസ് C2 എന്നുള്ള ഓപ്പറേഷൻ കംപ്ലീറ്റ് ആയി. ഇതേപോലെ തന്നെ C3 എന്നുള്ള മൂന്നാമത്തെ C ഇൻപുട്ട് വന്നു. നമ്മൾ പ്രീവിയസ് ആയിട്ട് കൊടുത്തിരിക്കുന്ന A3ഉം B3ഉം മൾട്ടിപ്ലൈ ആയി. പുതിയ ഇൻപുട്ടുകൾ വന്നു, A4ഉം B4ഉം. ഇത്തരം കാര്യങ്ങൾ ഫോർത്ത് ക്ലോക്ക് പൾസിൽ നടക്കും. ഫിഫ്ത്ത് ക്ലോക്ക് പൾസ് നോക്കുകയാണെങ്കിൽ നമ്മൾ മൂന്നാമതായി വന്നിരിക്കുന്ന ഇൻപുട്ടുകളെ A3 ഇൻറ്റു B3 പ്ലസ് C3 ചെയ്യും. ഇതുപോലെ തന്നെ നാലാമത്തെ C ഇൻപുട്ട് വരും. അതുപോലെ തന്നെ A4ഉം B4ഉം പ്രീവിയസ് ആയിട്ട് എടുത്തിരുന്ന A4ഉം B4ഉം മൾട്ടിപ്ലൈ ആവും. ഇതുപോലെ തന്നെ പുതിയ ഇൻപുട്ടുകൾ വരും, A5ഉം B5ഉം. ഉണ്ടോ? പുതിയ ഇൻപുട്ടുകൾ ഏതാ? A5ഉം B5ഉം. ഇത്രയും കാര്യങ്ങൾ ഫിഫ്ത്ത് ക്ലോക്ക് പൾസ് ആകുമ്പോഴേക്കും കംപ്ലീറ്റ് ആവും. ഇനി സിക്സ്ത്ത് ക്ലോക്ക് പൾസ് ആകുമ്പോൾ എന്ത് സംഭവിക്കും? സിക്സ്ത്ത് ക്ലോക്ക് പൾസ് ആകുമ്പോഴേക്കും നമ്മൾ പ്രീവിയസ് ആയിട്ട് എടുത്തിരുന്ന A4 ഇൻറ്റു B4 പ്ലസ് C4 എക്സിക്യൂട്ട് ചെയ്യും. C5 എന്നുള്ള അഞ്ചാമത്തെ C ഇൻപുട്ട് വരും. അതുപോലെ പ്രീവിയസ് ആയിട്ട് ഉണ്ടായിരുന്ന A5ഉം B5ഉം മൾട്ടിപ്ലൈ ആവും. അതുപോലെ തന്നെ പുതിയ ഇൻപുട്ടുകളായ A6ഉം B6ഉം വരും. ഇനി ഏഴാമത്തെ ക്ലോക്ക് പൾസ് നോക്കുകയാണെങ്കിൽ, ഏഴാമത്തെ ക്ലോക്ക് പൾസിൽ എന്താ സംഭവിക്കുക? ലാസ്റ്റ് ഉണ്ടായിരുന്ന A5ഉം B5ഉം മൾട്ടിപ്ലൈ ആയി, അതിൻ്റെ കൂടെ C5 ആഡായി, C6 എന്നുള്ള പുതിയ ഇൻപുട്ട് വന്നു. A6ഉം B6ഉം പ്രീവിയസ് ആയിട്ട് ഉണ്ടായിരുന്ന മൾട്ടിപ്ലൈ ആയി. ഇതുപോലെ പുതിയ ഇൻപുട്ടായ A7ഉം B7ഉം വന്നു. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചാൽ, ലാസ്റ്റ് എട്ടാമത്തെ ക്ലോക്ക് പൾസ് വരുമ്പോൾ എന്ത് സംഭവിച്ചു? ലാസ്റ്റ് സ്റ്റേജിലുണ്ടായിരുന്ന A6ഉം B6ഉം മൾട്ടിപ്ലൈ ആയിട്ട് അതിലൂടെ C6 ആഡ് ചെയ്തു. ഇത് മാത്രമല്ല, നമ്മുടെ ഫൈനലായിട്ടുള്ള C7 ഇൻപുട്ട് വന്നു. അതുപോലെ തന്നെ പ്രീവിയസ് ആയി ഉണ്ടായിരുന്ന A7 B7 മൾട്ടിപ്ലൈ ആയി. എട്ടാമത്തെ ക്ലോക്ക് പൾസ് കഴിഞ്ഞ് ഒൻപതാമത്തെ ക്ലോക്ക് പൾസ് പ്രവേശിക്കുമ്പോൾ നമുക്കിവിടെ ആകെ ബാക്കിയാവുന്ന ഒരു ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് A7ഉം B7ഉം മൾട്ടിപ്ലൈ ചെയ്ത് അതിൻ്റെ കൂടെ C7 ആഡ് ചെയ്യണം. ഇതും കംപ്ലീറ്റ് ആവും. അപ്പോൾ നിങ്ങൾ നോക്കൂ, നോർമലി ഇവിടെ A1 ഇൻറ്റു B1 പ്ലസ് C1 തൊട്ട് A7 ഇൻറ്റു B7 പ്ലസ് C7 വരെ ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ഇത് വെറും 9 ക്ലോക്ക് പൾസ് കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു യൂസിങ് പൈപ്പ് ലൈനിങ് ഇല്ലെങ്കിൽ 9 ക്ലോക്ക് പൾസ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. പൈപ്പ് ലൈനിങ് യൂസ് ചെയ്തിട്ട് മാത്രമാണ് നമ്മളിത് 9 ക്ലോക്ക് പൾസ് കൊണ്ട് ഈ ഒരു പ്രോസസ്സ് എന്ത് ചെയ്തത്? കംപ്ലീറ്റ് ചെയ്തത്. എല്ലാവർക്കും ക്ലിയർ ആണല്ലോ? യെസ്. അപ്പോൾ നോക്കിക്കേ, നമ്മൾ ഈ ടേബിളും നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ വെച്ചിരിക്കുന്ന ഫിഗറും വെച്ചൊന്ന് കമ്പയർ ചെയ്യുക അല്ലേ. ഫസ്റ്റ് എന്ത് ചെയ്തു? AI എന്നുള്ള ഇൻപുട്ട് R1ലേക്ക് വന്നു. A2 എന്നുള്ള ഇൻപുട്ട് B1 എന്നുള്ള ഇൻപുട്ട് R2ലേക്ക് വന്നു. അതുപോലെ തന്നെ C1 എന്നുള്ള ഇൻപുട്ട് R4ലേക്ക് വന്നു. അതിന് മുന്നേ ആയിട്ട് R1ഉം R2 തമ്മിൽ മ്യൂച്വലി മൾട്ടിപ്ലൈ ചെയ്ത് ആ റിസൾട്ട് R3ലേക്ക് വന്നു. R3യിലെ റിസൾട്ടും R4 റിസൾട്ടും കൂടി ആഡ് ചെയ്ത് ഫൈനലി R5ലേക്ക് നമ്മൾ ഫൈനൽ റിസൾട്ട് സ്റ്റോർ ചെയ്തു. അപ്പോൾ ഇതെങ്ങനെ പൈപ്പ് ലൈനിങ് വഴി ചെയ്യാമെന്ന് നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞു. ക്ലിയർ അല്ലേ? ഈ കോൺസെപ്റ്റ് ക്ലിയർ അല്ലേ? അപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ള ഒരു 4 സെഗ്മെൻറ്റ് പൈപ്പ് ലൈൻ നമുക്കൊന്ന് നോക്കാം.
ഒരു 4 സെഗ്മെൻ്റ് ഉള്ള പൈപ്പ് ലൈൻ സിസ്റ്റം ആണെങ്കിൽ അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും. അപ്പോൾ ഇത് ഇത്രയും ബ്രീഫായിട്ടൊന്നും പൈപ്പ് ലൈൻ ശരിക്കും നിങ്ങൾക്ക് എക്സാമിന് എക്സ്പ്ലെയിൻ ചെയ്യാനില്ല. നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്നതിനനുസരിച്ച് ഇതിൽ കുറച്ച് പോർഷൻസ് ഒക്കെ കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ബ്രീഫായിട്ട് നിങ്ങൾ പഠിപ്പിച്ച് പോവുകയാണ്. ഇതൊരു 10 മാർക്കിനും 12 മാർക്കിനൊക്കെ ഞാൻ ഈ പൈപ്പ് ലൈനിങ്ങിൻ്റെ ഫണ്ടമെൻ്റൽ കോൺസെപ്റ്റ് ചോദിക്കുകയാണെങ്കിൽ മാത്രം ഇത്രയും ബ്രീഫായിട്ട് എഴുതിയാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പാർട്ട് കട്ട് ഷോട്ട് ചെയ്തിട്ട് എഴുതാം. ഓക്കെ, അപ്പോൾ ഒരു 4 സെഗ്മെൻറ്റ് പൈപ്പ് ലൈൻ ആണെങ്കിൽ അതെങ്ങനെയാണ് നോർമലി വരുന്നത്. ഓക്കെ, so a 4 segment pipeline structure represented in the figure shows the sequential flow of data through different stages controlled by a common clock signal. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഓരോരോ സെഗ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഇവിടെ അല്ലേ. ഇതിൽ ഓരോ സ്റ്റേജസിനെയാണ് നമ്മൾ S1, S2, S3, S4 എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇതിൽ ഓൾറെഡി നമ്മളൊരു ഇൻപുട്ട് കൊടുത്തു. ഓരോ സ്റ്റേജസിന് നമ്മൾ S1, S2, S3, S4 എന്ന് കൊടുത്തു. അപ്പോൾ ദ ഡാറ്റ ഓർ ഓപ്പറൻസ് ആർ പ്രൊവൈഡഡ് ഇൻ ദി ഇൻപുട്ട് ഇൻ ദി പൈപ്പ് ലൈൻ കൊടുത്തു, സ്റ്റേജസ് കൊടുത്തു അല്ലേ. ഇതിൽ നോർമലി S1 എന്നുള്ളത് നോർമലി ഫെച്ച് അല്ലെങ്കിൽ ഡീകോഡ് ചെയ്യുന്ന സ്റ്റേജ് ആയിരിക്കാം. S2 എന്നുള്ളത് അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ചെയ്യുന്ന സ്റ്റേജ് ആയിരിക്കാം, എക്സാമ്പിളാണ്. S3 എന്നുള്ളത് മേ ബി ലോജിക്കൽ ഓപ്പറേഷൻ ചെയ്യുന്ന സ്റ്റേജ് ആയിരിക്കാം. S4 എന്നുള്ളത് ഫൈനൽ കമ്പ്യൂട്ടേഷൻ അല്ലെങ്കിൽ സ്റ്റോറേജ് ചെയ്യാനുള്ള സ്റ്റേജ് ആയിരിക്കാം. ഇതൊരു ജസ്റ്റ് എക്സാമ്പിൾ. അപ്പോൾ 4 സ്റ്റേജസ് ഉള്ള ഒരു 4 സെഗ്മെൻറ്റ് പൈപ്പ് ലൈനാണ് നമ്മൾ വരച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണ്ട ഓപ്പറേഷൻ A×B+C എന്നുള്ളൊരു ഓപ്പറേഷനാണ് നമ്മൾ ആക്ച്വലി ഈ ഒരു 4 സെഗ്മെൻറ്റ് പൈപ്പ് ലൈനിൽ പെർഫോം ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് എന്ത് ചെയ്തു, S1 അതിനെ ഫെച്ച് ചെയ്തു, എയും ബിയെയും ഫെച്ച് ചെയ്തു. ആര്? S1 അല്ലേ. S2 എന്ത് ചെയ്തു, ഈ ഫെച്ച് ചെയ്ത എയും ബിയെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു യൂസിങ് സ്റ്റേജ് 2. യൂസിങ് സ്റ്റേജ് 3 ഈ മൾട്ടിപ്ലൈ ചെയ്ത എയും ബിയും മൾട്ടിപ്ലൈ ചെയ്തല്ലോ അല്ലേ. പിന്നെ നമുക്ക് C ആഡ് ചെയ്യണം, C ആഡ് ചെയ്തു. അപ്പോൾ A×B+C എന്നുള്ള സ്റ്റേജ് വന്നു. ഫൈനലി നമ്മുടെ അടുത്ത സ്റ്റേജിൽ ഈ A×B+C എന്നുള്ള റിസൾട്ട് നമ്മൾ S4 സ്റ്റോർ ചെയ്തു. അപ്പോൾ ഇതിന് ഇൻബിറ്റ്വീൻ ആയിട്ട് കുറേ രജിസ്റ്റേഴ്സ് കാണാം. ആ രജിസ്റ്റേഴ്സിനെയാണ് നമ്മൾ R1, R2, R3, R4 എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ദീസ് രജിസ്റ്റേഴ്സ് ആക്ട് ആസ് ബഫർ സ്റ്റോറേജ് ബിറ്റ്വീൻ സെഗ്മെൻറ്റ്സ്. ദേ ടെമ്പറലി ഹോൾഡ് ദി ഇൻ്റർമീഡിയറ്റ് റിസൾട്ട് ബിഫോർ പാസിംഗ് ടു ദി നെക്സ്റ്റ് സ്റ്റേജ്. അടുത്ത സ്റ്റേജിലേക്ക് പാസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ടെമ്പററി ആയിട്ട് ഇൻഫർമേഷൻസിനെ സ്റ്റോർ ചെയ്യുന്ന ബഫർ സ്റ്റേജാണ് ഈ 4 രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇതിന് പുറമെ നമുക്കൊരു ക്ലോക്ക് സിഗ്നൽ വരുന്നുണ്ട്. ആ ക്ലോക്ക് സിഗ്നൽ എന്ന് പറയുന്നത് നോർമലി എ കോമൺ ക്ലോക്ക് പൾസ് ഈസ് അപ്ലൈഡ് ടു ഓൾ ദി രജിസ്റ്റേഴ്സ് സൈമൾട്ടേനിയസ്ലി. ദ ക്ലോക്ക് സിങ്കർണൈസസ് ദി ട്രാൻസ്ഫർ ഓഫ് ഡാറ്റ ഫ്രം വൺ സ്റ്റേജ് ടു നെക്സ്റ്റ്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നിന്ന് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് മൂവ്മെൻറ്റ് നടക്കണമെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ക്ലോക്കിൻ്റെ സിങ്കർണൈസേഷൻ വേണം എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ? യെസ്. ഇനി നമുക്കിതിൽ ചെറിയൊരു കോൺസെപ്റ്റും കൂടി പറയാനുള്ളൂ. ദാറ്റ് ഈസ് കോൾഡ് സ്പേസ് ടൈം ഡയഗ്രാം. ചിലപ്പോൾ നിങ്ങളോട് സ്പേസ് ടൈം ഡയഗ്രാം വിത്ത് സ്പേസ് ടൈം ഡയഗ്രാം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ മാത്രം ഈ ഫിഗർ വരയ്ക്കുക. അപ്പോൾ സ്പേസ് ടൈം ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഗ്രാഫിക്കൽ വേ ടു റെപ്രസെൻറ്റ് ഹൗ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് എ പൈപ്പ് ലൈൻ എക്സിക്യൂട്ട് മൾട്ടിപ്പിൾ ടാസ്ക് ഓവർ ടൈം. ഇറ്റ് ഹെൽപ്പ് വിഷ്വലൈസ് ദി സെഗ്മെൻറ്റ് യൂട്ടിലൈസേഷൻ ഓഫ് ദി പൈപ്പ് ലൈൻ സിസ്റ്റം. അപ്പോൾ ഏതൊരു പൈപ്പ് ലൈൻ സിസ്റ്റത്തിൻ്റെയും ഒരു പ്രോപ്പറായിട്ടുള്ള വിഷ്വലൈസേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അതിൻ്റെ സ്പേസ് ടൈം ഡയഗ്രാം എന്ന് പറയുന്നത്. സ്പേസ് ടൈം ഡയഗ്രാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ സ്പേസ് ടൈം ഡയഗ്രാം നമ്മൾ എങ്ങനെ വരച്ചിരിക്കുന്നത്, ഇതിൻ്റെ എക്സ് ആക്സിസ് നോക്കുകയാണെങ്കിൽ എക്സ് ആക്സിസിൽ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്ലോക്ക് സൈക്കിൾസ് കാണിച്ചിട്ടുണ്ട്. ക്ലോക്ക് സൈക്കിൾസ് 1, 2, 3, 4, 5, 6, 7, 8, 9 അല്ലേ. പിന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, 4 സെഗ്മെൻറ്റുകളായിട്ട് ഇതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ Y ആക്സിസിൽ നമ്മൾ സെഗ്മെൻറ്റ് 1 കൊടുത്തു, സെഗ്മെൻറ്റ് 2 കൊടുത്തു, സെഗ്മെൻറ്റ് 3 കൊടുത്തു, സെഗ്മെൻറ്റ് 4 കൊടുത്തു. അപ്പോൾ ഫസ്റ്റ് ക്ലോക്ക് പൾസിൽ എന്ത് സംഭവിച്ചു, അപ്പോൾ നോക്കൂ, ഇറ്റ് ഷോസ് ദി എക്സിക്യൂഷൻ ഫ്ലോ ഓഫ് എ ടാസ്ക് അക്രോസ് ഡിഫറെൻറ്റ് പൈപ്പ് ലൈൻ സെഗ്മെൻറ്റ്സ്. ദി ഹൊറിസോണ്ടൽ ആക്സിസ് റെപ്രസെൻറ്റ് ക്ലോക്ക് സൈക്കിൾസ്. ഹൊറിസോണ്ടൽ ആക്സിസ് എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു, ക്ലോക്ക് സൈക്കിളിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ദ വെർട്ടിക്കൽ ആക്സിസ് റെപ്രസെൻറ്റ് പൈപ്പ് ലൈൻ സെഗ്മെൻറ്റ്സ്. പൈപ്പ് ലൈൻസിൻ്റെ ഡിഫറെൻറ്റ് സെഗ്മെൻറ്റ്സ് ആയിട്ട് നമ്മൾ വെർട്ടിക്കൽ ആക്സിസിനെ റെപ്രസെൻറ്റ് ചെയ്തു. ഈച്ച് ടാസ്ക് ഈസ് റെപ്രസെൻറ്റഡ് ബൈ T1, T2 അപ് ടു Tn. അപ്പോൾ എന്ത് ചെയ്തു, ഫസ്റ്റ് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്തു, ഫസ്റ്റ് സെഗ്മെൻറ്റിൽ T1, T2, T3, T4, T5, T6 6 ക്ലോക്ക് സൈക്കിൾ കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് സെഗ്മെൻറ്റ് ഇങ്ങനെയാണ് വരുന്നത് ക്ലോക്ക് സൈക്കിൾസിൻ്റെ ഓർഡർ. സെക്കൻഡ് സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സെക്കൻഡ് സെഗ്മെൻറ്റിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് നമ്മുടെ സെക്കൻഡ് ക്ലോക്ക് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്തു, തേർഡ് ക്ലോക്ക് സൈക്കിൾ, ഫോർത്ത് ക്ലോക്ക് സൈക്കിൾ, ഫിഫ്ത്ത്, സിക്സ്ത്ത്, സെവൻത്ത്. അപ്പോൾ
6 ക്ലോക്ക് സൈക്കിൾ കൊണ്ട് നമ്മുടെ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയി, അല്ലെങ്കിൽ ഫസ്റ്റ് സെഗ്മെൻറ്റ് കംപ്ലീറ്റ് ആയി. 7 ക്ലോക്ക് പൾസ് കൊണ്ട് സെക്കൻഡ് സെഗ്മെൻറ്റ് കംപ്ലീറ്റ് ആയി. അപ്പോൾ സെക്കൻഡ് സെഗ്മെൻറ്റിൻ്റെ T2 സ്റ്റേജ് ആകുമ്പോൾ തേർഡ് സെഗ്മെൻറ്റിൻ്റെ T1 സ്റ്റാർട്ട് ചെയ്യും. T1, T2, T3, T4, T5, T6. അപ്പോൾ മൊത്തം 8 ക്ലോക്ക് പൾസ് കൊണ്ട് 3 സെഗ്മെൻറ്റ്സ് കംപ്ലീറ്റ് ആയി. 9 ക്ലോക്ക് പൾസ് കൊണ്ട് മൊത്തം 4 സെഗ്മെൻറ്റ്സ് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇത് നോർമലി T1 തൊട്ട് T6 വരെ ഉണ്ടല്ലോ, ഇത് ശരിക്കും ഇങ്ങനത്തെ 4 സെഗ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യാൻ എടുക്കുന്ന സമയം 6x4 ആണ്. 24 ക്ലോക്ക് സൈക്കിൾസ് ഉണ്ടെങ്കിൽ ഒരു നോൺ പൈപ്പ് ലൈൻ സിസ്റ്റത്തിൽ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊരു പൈപ്പ് ലൈൻ സിസ്റ്റം ആയതുകൊണ്ട് നമ്മൾ വെറും 9 ക്ലോക്ക് സൈക്കിൾ കൊണ്ട് ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തു. ഇത് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ഡയഗ്രത്തിനെയാണ് നമ്മൾ സ്പേസ് ടൈം ഡയഗ്രാം എന്ന് പറയുന്നത്. സ്പേസ് ടൈം ഡയഗ്രാം നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത്രയാണ് നമുക്ക് പൈപ്പ് ലൈനിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, പൈപ്പ് ലൈനിങ്ങിൻ്റെ ബേസിക് കോൺസെപ്റ്റ് എല്ലാവർക്കും ക്ലിയർ ആണല്ലോ. അപ്പോൾ ഒരു പൈപ്പ് ലൈൻ സിസ്റ്റവും ഒരു നോൺ പൈപ്പ് ലൈൻ സിസ്റ്റവും തമ്മിലുള്ള ഫണ്ടമെൻ്റൽ ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് നമുക്കൊന്ന് നോട്ട് ചെയ്യാം. ഇത് എക്സാമിന് ചോദിക്കാറൊന്നുമില്ലെങ്കിൽ നിങ്ങൾക്കത് അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോസസ്സിംഗ് മെക്കാനിസം ആണ്. പ്രോസസ്സിംഗ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ പൈപ്പ് ലൈൻ സിസ്റ്റത്തിൽ എങ്ങനെയാണ്, നോൺ പൈപ്പ് ലൈൻ സിസ്റ്റത്തിൽ എങ്ങനെയാണ്. ഒരു പൈപ്പ് ലൈൻ സിസ്റ്റം ആണെങ്കിൽ എങ്ങനെയായിരിക്കും നോർമലി അതിൻ്റെ പ്രോസസ്സിംഗ് മെക്കാനിസം? ഇറ്റ് എക്സിക്യൂട്ട്സ് മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻസ് സൈമൾട്ടേനിയസ്ലി ഇൻ ഡിഫറെൻറ്റ് സ്റ്റേജസിൽ മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻസ് വരും. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത അല്ലേ? യെസ്. നോൺ പൈപ്പ് ലൈൻ സിസ്റ്റം ആണെങ്കിൽ എക്സിക്യൂട്ട് 1 ഇൻസ്ട്രക്ഷൻ അറ്റ് എ ടൈം സീക്വൻഷ്യലി, ഒരു ഇൻസ്ട്രക്ഷൻ അറ്റ് എ ടൈം. അങ്ങനെയായിരിക്കും നോൺ പൈപ്പ് ലൈൻ. പൈപ്പ് ലൈനിങ്ങിലാണെങ്കിൽ മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻസ് ഒരേ സമയത്ത് എക്സിക്യൂട്ട് ചെയ്യും. സ്പീഡ് വൈസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ പൈപ്പ് ലൈൻ സിസ്റ്റം ഫാസ്റ്റർ ആയിരിക്കും, ബിക്കോസ് പാരലൽ എക്സിക്യൂഷനാണ്. നോൺ പൈപ്പ് ലൈൻ സിസ്റ്റം എന്നുള്ളത് സ്ലോവർ ആയിരിക്കും, ബിക്കോസ് ഓഫ് ഓട്ടോമാറ്റിക്കലി സ്പീഡ് സ്ലോ ആയിരിക്കും. അങ്ങനെ ഒരുപാട് സമയം എടുത്തിട്ടാണ് നോൺ പൈപ്പ് ലൈൻ സിസ്റ്റത്തിൽ കംപ്ലീറ്റ് ആവുന്നത്. ത്രൂപുട്ട് എന്ന് പറഞ്ഞ പാരാമീറ്റർ ഉണ്ട്. ത്രൂപുട്ട് എന്ന് പറഞ്ഞാൽ ഹൗ മെനി ഇൻസ്ട്രക്ഷൻസ് പെർ യൂണിറ്റ് ടൈം, ഒരു യൂണിറ്റ് ടൈം കൊണ്ട് നമ്മൾ എത്ര ഇൻസ്ട്രക്ഷൻസ് കംപ്ലീറ്റ് ചെയ്യുന്നു, ഇതിനെയാണ് ത്രൂപുട്ട് എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും കേട്ടോ. ത്രൂപുട്ടിൻ്റെ കേസിൽ ഒരു പൈപ്പ് ലൈൻ സിസ്റ്റം ആണെങ്കിൽ ത്രൂപുട്ട് എന്നുള്ളത് ഹൈ ആയിരിക്കും. ഒരു നോൺ പൈപ്പ് ലൈൻ സിസ്റ്റം ആണെങ്കിൽ അതിൻ്റെ ത്രൂപുട്ട് എന്നുള്ളത് ലോ ആയിരിക്കും. അപ്പോൾ എപ്പോഴും ഒരു നല്ല സിസ്റ്റം ആണെങ്കിൽ ത്രൂപുട്ട് ഹൈ ആയിരിക്കണം അല്ലേ? ഇനി കോംപ്ലക്സിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ പൈപ്പ് ലൈൻ സിസ്റ്റം എന്ന് പറയുന്നത് മോർ കോംപ്ലക്സ് ഡിസൈൻ ആൻഡ് കൺട്രോൾ ആയിരിക്കും. ഡിസൈൻ വൈസ് ആയിട്ട് കോംപ്ലക്സ് ആയിരിക്കും. പക്ഷെ നോൺ പൈപ്പ് ലൈൻ സിസ്റ്റം അത് സിംപ്ലർ ആയിരിക്കും. ഇനി റിസോഴ്സ് യൂട്ടിലൈസേഷൻ, എഫിഷ്യൻറ്റ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസിനെ വളരെ എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ ഒരു പൈപ്പ് ലൈൻ സിസ്റ്റത്തിന് സാധിക്കും. പക്ഷേ ഈ റിസോഴ്സ് യൂട്ടിലൈസേഷൻ നല്ല ലെസ് എഫിഷ്യൻ്റ് ആയിരിക്കും ഇതിൽ, ഒരു നോൺ പൈപ്പ് ലൈൻ സിസ്റ്റത്തിൽ. പിന്നെ എക്സിക്യൂഷൻ ടൈം പെർ ഇൻസ്ട്രക്ഷനാണ്. ഓരോ ഇൻസ്ട്രക്ഷനും എക്സിക്യൂട്ട് ചെയ്യാൻ എടുക്കുന്ന സമയം ശരിക്കും ഓരോ ഇൻസ്ട്രക്ഷനും എക്സിക്യൂട്ട് ചെയ്യാൻ എടുക്കുന്ന സമയം രണ്ടിലും സെയിം ആയിരിക്കും. ടോട്ടൽ ടൈം നോക്കുമ്പോഴാണ് അതിൽ സേവിങ് വരിക അല്ലേ? സെയിം ആസ് നോൺ പൈപ്പ് ലൈൻ സിസ്റ്റം, സെയിം ആസ് പൈപ്പ് ലൈൻ സിസ്റ്റം. ഡിപ്പെൻഡൻസി ഹാൻഡ്ലിങ് എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ഇറ്റ് റിക്വയർ ഹസാർഡ് ഡിറ്റക്ഷൻ ആൻഡ് റെസൊല്യൂഷൻ മെക്കാനിസം. ഈ ഹസാർഡ് ഡിറ്റക്ഷനൊക്കെ നമുക്ക് ഇനി ഫർദറായിട്ട് എടുക്കുന്ന ക്ലാസ്സാണ്. അതായത് ഈ പൈപ്പ് ലൈനിങ്ങിൽ കോൺഫ്ലിക്റ്റുകൾ അല്ലെങ്കിൽ എറർ വരുമ്പോഴാണ് ഹസാർഡ്സ് ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെ എറർ വരാതിരിക്കാൻ ഹസാർഡ് ഡിറ്റക്ഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ റെസൊല്യൂഷൻ മെക്കാനിസംസ് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും പൈപ്പ് ലൈൻ സിസ്റ്റത്തിൽ. നോൺ പൈപ്പ് ലൈൻ സിസ്റ്റത്തിൽ ഇതുപോലത്തെ ഒരു ഡിപ്പെൻഡൻസി ഇല്ലാത്തത് കൊണ്ട് നോ നീഡ് ഫോർ ഫർദർ ഡിറ്റക്ഷൻ, ആവശ്യമില്ല. ശരിയല്ലേ? ഇനി കോസ്റ്റ് വൈസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഒരു പൈപ്പ് ലൈൻ സിസ്റ്റം ആയിരിക്കും ഹയർ കോസ്റ്റ് ബിക്കോസ് ഓഫ് കോംപ്ലക്സ് ഹാർഡ്വെയർ. കോസ്റ്റ് വൈസ് ആയിട്ട് നോൺ പൈപ്പ് ലൈൻ സിസ്റ്റത്തിൻ്റെ കോസ്റ്റ് കുറവായിരിക്കും. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമ്മൾ മോഡേൺ ആയിട്ടുള്ള CPUസിൽ അതുപോലെ റിസ്ക് പ്രോസസ്സേഴ്സിലൊക്കെ പൈപ്പ് ലൈൻ സിസ്റ്റം യൂസ് ചെയ്യുന്നത്. റിസ്ക് എന്ന് പറഞ്ഞാൽ റെഡ്യൂസ്ഡ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടിങ്ങിനാണ് റിസ്ക് എന്ന് പറയുക. അതുപോലെ തന്നെ മോഡേൺ ആയിട്ടുള്ള CPUസിലൊക്കെ നമ്മൾ പൈപ്പ് ലൈൻ സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത്. നോൺ പൈപ്പ് ലൈൻ സിസ്റ്റം യൂസ് ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ടുള്ള മൈക്രോ കൺട്രോളേഴ്സിൽ അല്ലേ, അല്ലെങ്കിൽ ഏറ്റവും സ്മോളർ ആയിട്ടുള്ള CPUസിലാണ് നമ്മൾ നോൺ പൈപ്പ് ലൈൻ സിസ്റ്റം യൂസ് ചെയ്യുന്നത്. അപ്ലിക്കേഷൻസ് എവിടെയൊക്കെയാണ്? ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടിംഗ്, മൾട്ടിമീഡിയ ആപ്ലിക്കേഷൻസിലൊക്കെയാണ് നമ്മൾ പൈപ്പ് ലൈൻ സിസ്റ്റം യൂസ് ചെയ്യുന്നത്. ലോ കോസ്റ്റ് ആയിട്ടുള്ള എംബഡഡ് സിസ്റ്റം എന്ന് പറഞ്ഞൊരു ഹാർഡ്വെയർ ആണ്. അതുപോലെ സിമ്പിളായിട്ടുള്ള ആപ്ലിക്കേഷൻസിലാണ് നമുക്ക് ഒരു നോൺ പൈപ്പ് ലൈൻ സിസ്റ്റം യൂസ് ചെയ്യാൻ പറ്റുക.
അപ്പോൾ ഈ കമ്പാരിസൺ ചാർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് പഠിക്കണം. നമ്മൾ ഇന്ന് പഠിച്ചിരിക്കുന്നത് ബേസിക് ആയിട്ടുള്ള കുറച്ച് ഫണ്ടമെൻറ്റൽസ് മാത്രമാണ്. ബേസിക് ഫണ്ടമെൻറ്റൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചത് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആർക്കിടെക്ചറിൻ്റെ പൈപ്പ് ലൈനിങ് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിളാണ്. എല്ലാവർക്കും ഇതിൻ്റെ ഈ ക്ലാസ്സുകളൊക്കെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. പൈപ്പ് ലൈനിങ്ങിൻ്റെ ബേസിക് കോൺസെപ്റ്റ് പറഞ്ഞതൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഫർദർ ക്ലാസ്സസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. താങ്ക്